കഴിഞ്ഞില്ലേ? എന്താമ്മേ? നിനക്ക് ചോറിന്റെ കൂടെ കറി വെക്കട്ടെ? എന്ത് കറിയാ? സാമ്പാറാ. ഇന്നും സാമ്പാറോ? എനിക്ക് വേണ്ട. അതിപ്പോ എന്തിനാ ചോദിക്കുന്നേ? അങ്ങോട്ട് വെച്ചാ പോരെ, അവള് കഴിച്ചോളൂ. ഇന്നലെ കൊണ്ടുപോയ കൂട്ടാൻ തന്നെ തൊട്ടിട്ടില്ല. എനിക്ക് നൂഡിൽസ് മതി, ഞാൻ പറഞ്ഞതല്ലേ. എന്താ പൊന്നോ, വൈകുന്നേരം വരെ ഇരിക്കേണ്ടല്ലേ? സാമ്പാർ കുറച്ച് വെച്ചിട്ടുണ്ട്. എന്തമ്മേ, ഞാൻ കഴിക്കില്ലട്ടോ. അധികമൊന്നുമില്ലാന്ന്. എന്തൊരു കഷ്ടാ. എന്തേ മറന്നില്ല. വായച്ചാ. ആ ശരി. എത്ര പറഞ്ഞിട്ട് എന്താ കാര്യം? ഇപ്പൊ കണ്ടോ, ആകെ 2 ഇഡ്ഡലിയാ കഴിച്ചത്. അവൾക്ക് വേണ്ടെങ്കിൽ പിന്നെ എന്തിനാ നിർബന്ധിക്കണം? ഇന്ന് പറഞ്ഞിട്ടോ വയസ്സ് 14 എടി, നീ എന്താ ഗ്രൂപ്പിൽ നിന്ന് എക്സിറ്റ് ആയി? നിനക്കത് പറഞ്ഞാ മതി. ഇൻസ്റ്റഗ്രാം ഇൻസ്റ്റാൾ ചെയ്തതിന് എന്റെ കസിൻ ബ്രോ കൊന്നില്ലാന്നേ. ഇതൊക്കെ ഇത്ര സീനാക്കാണ്ടോ? 10 ചേട്ടന്മാരൊക്കെ ഇപ്പൊ എന്റെ ഫ്രണ്ട്സാ. ആണോ? ആ 9th റയാനൊക്കെ ഇല്ലേ, ഓനൊക്കെ രാത്രി 12 മണി വരെ ഓൺലൈനിൽ ഉണ്ടാവും. അവനൊക്കെയാണോ നിന്റെ ഫ്രണ്ട്? നീ നോക്കിക്കോ, വിത്തിൻ 1 ഇയർ 100K ഫോളോവേഴ്സ് ഞാൻ അടിക്കും. ഞാൻ കണ്ടായിരുന്നു. ഫുൾ കോഴിയാണല്ലോ നിന്റെ കമന്റ് ബോക്സിൽ. അതൊക്കെ ആര് നോക്കണോ? നമുക്ക് കുറച്ച് റീച്ച് കിട്ടണം. നീ വാ, നൈറ്റ്ലി ഗ്രൂപ്പ് ചാറ്റിംഗ് ഒക്കെ ഉണ്ട്. ഏയ്, ഞാൻ ഇല്ല, നിങ്ങൾ പൊളിക്ക്. നോക്കിന്റെ പുതിയ റീല്. പൊളി. എന്നാലും ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ട് ഡാൻസ് കളിക്കാൻ എന്റെ വീട്ടുകാർ സമ്മതിക്കണ്ടല്ലോ. ഓടി, അവർക്ക് ഇൻസ്റ്റാഗ്രാം എന്താന്ന് തന്നെ അറിയില്ല. ആണോ? ആ, അച്ഛൻ ഫേസ്ബുക്കിന്റെ ആളാ. ഒരു കനാൽ ബോയ്സ് പറഞ്ഞൊരു പയ്യന്മാരെ വീഡിയോസ് ഉണ്ട്, അത് കണ്ടിരിക്കല അച്ഛന്റെ പണി. കനാൽ ബോയ്സോ? ആടി, അവര് ഈ ക്രീം ബണ്ണും കട്ടൻ ചായയും കുടിക്കണ വീഡിയോസ് ഒക്കെ ഇടും, പക്ഷെ നല്ല റീച്ചാ. പാടി, നമുക്കൊരു സെൽഫി എടുക്കാം. ഇതേ ഇങ്ങോട്ടൊന്ന് കേറിന്നേ, കുറച്ച് ചേർന്നക്ക്. എന്താ ഇവിടെ ചുറ്റി കറങ്ങിക്കണ്? ഇതാരാ, നിന്റെ മൊബൈലാ? ആ അതെ. മൊബൈലൊക്കെ ആയിട്ടാണോ സ്കൂളിൽ പോണ്? നീ ആ ചന്ദ്രേട്ടന്റെ മകളല്ലേ? ആ അതെ. നീ വാ, കേറ്. മിയേ, എണീക്കാറായില്ലേ? അങ്ങനെ കടന്നോ? ഹലോ, ആ ചന്ദ്രനല്ലേ? ആ അതെ. ഞാൻ ശശീന്ദ്രനാണ് കളത്തിലെ. ആ പറയ്. അല്ല, ഇന്നലെ സ്കൂൾ വിട്ട് വരുമ്പോഴേ അന്റെ കുട്ടിയുടെ അടുത്ത് ഒരു ഫോൺ കണ്ടു എന്ന് അളിയാൻ പറഞ്ഞു. കുട്ടികൾക്ക് ഇപ്പൊ അതിന്റെ വിവരം അറിയില്ലല്ലോ. എന്നാലും ഇന്നത്തെ കാലല്ലേ, അളിയനാണെങ്കിൽ ഇന്നലെ വന്നിട്ട് അവളോട് പറയാത്തൊന്നും. ഈ ഒന്ന് ശ്രദ്ധിക്കുള്ളൂ. ആ, ഞാൻ അവളോടൊന്ന് ചോദിക്കട്ടെ. ഹായ് മിയ. നീ ഇവക്കിട്ട് പണിയെടുത്തല്ലേ? ഇവള് ഇനി മൊബൈൽ അല്ലടി, നീ എന്താ? ഇനി ഇവള് നീ ആയിട്ട് ഒരു കൂട്ടൂല, കൂടെ ഒറ്റി കൊടുത്തല്ലേ? അവളവളുടെ ഒരു അങ്കിളും. ഇനി നീ എനിക്കെതിരെ ആരോടെങ്കിലും കംപ്ലൈന്റ് പറഞ്ഞാൽ? ഇല്ല, അവള് പറയില്ല. പറഞ്ഞ അവക്കുള്ള പണി നമ്മൾ കൊടുക്കും. മനസ്സിലായടി? ഇല്ല, ഞാൻ പറയില്ല. Hi Mia. Mia Moon. I think Mia Chandran. ചന്ദ്രൻ അച്ഛൻ്റെ പേരായിരിക്കും അല്ലേ? പേടിക്കണ്ട, ഞാൻ മിയയുടെ ഒരു ഫോളോവർ ആണ് കേട്ടോ. ഇൻസ്റ്റയിലെ വീഡിയോസ് എല്ലാം കാണാറുണ്ട്. വീഡിയോസ് എല്ലാം അടിപൊളിയാണ്. ഞാൻ കമൻസ് എല്ലാം ഇടാറുണ്ട് കേട്ടോ, പക്ഷെ ഇതുവരെ റിപ്ലൈ കിട്ടിയിട്ടില്ല. എന്തായാലും നേരിൽ കണ്ടല്ലോ, ഒരു താങ്ക്സ് പറയൂ. താങ്ക്സ്. ഞാനൊരു കാസ്റ്റിംഗ് ഡയറക്ടറാണ്. കാന്താരയുടെയും ബാഹുബലിയുടെയൊക്കെ കാസ്റ്റിംഗ് ഡയറക്ടർ ഞാനായിരുന്നു.
അപ്പൊ അങ്കിള് വിചാരിച്ച എനിക്കൊരു ചാൻസ് കിട്ടുമോ? ഓഫ് കോഴ്സ്, അടുത്തതൊരു തെലുഗു ഫിലിം. പ്ലീസ് അങ്കിൾ, എനിക്കൊരു ചാൻസ്. നിങ്ങളെ ഞങ്ങൾക്കൊരു ചാൻസ്. ഓ ഷുവർ, നിങ്ങൾ എല്ലാവരും സിനിമയിൽ എടുത്തിരിക്കുന്നു. അല്ല, ഇവിടെ എന്തിനു വന്നതാ? ആക്ച്വലി എന്റെ വീട് എറണാകുളത്താ. ഞാനിവിടെ ഉണ്ണിയെ കാണാൻ വന്നതാ. ഉണ്ണി? ഉണ്ണി മുകുന്ദൻ. ഓ, മാർക്കോ. യെസ് യെസ്. രക്ഷിതാവിനെ കൊണ്ടുവരാതെ മൊബൈൽ തരുന്ന പ്രശ്നമല്ല കേട്ടോ. സാറേ മൊബൈൽ വിവരം അറിയിട്ടോ. സ്കൂളിൽ മൊബൈൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു പരിപാടി നടക്കില്ല. സാറേ പണി കിട്ടുവേ. നീ എന്താച്ചാ ചെയ്യും? സാറ് പുറത്തേക്ക് വാ, ഞാൻ ചെയ്യുന്ന പറഞ്ഞാ ചെയ്യുവേ. നിന്റെ ഒരു ഭീഷണി ഇവിടെ നടക്കില്ല. അച്ഛനെ വിളിച്ചിട്ട് വാ, അപ്പൊ വേണമെങ്കിൽ നമുക്ക് നോക്കാം കേട്ടോ. സാറേ കിഡ്സിനോടാ കളി. സാറ് പുറത്തേക്ക് വാ, നമുക്കപ്പൊ കാണാം. ഇനിയിപ്പോ കുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പരാതി വേണ്ട, മൊബൈൽ തരുന്ന തെളിവായില്ലോ. സാറേ മൊബൈൽ എന്തായി സാർ, മൊബൈൽ കൊടുത്തോ? മൊബൈൽ കൊണ്ടുവന്നിട്ട് മാഷേ, അവന്റെ അച്ഛനെ കൂട്ടി കൊണ്ടുവന്നിട്ട് മൊബൈൽ കൊടുക്കാന്നാ പറഞ്ഞിട്ടുള്ളത്. അത് വേണോ സാറേ? അയാൾ ഇവനേക്കാ മെനയാ. പിന്നെ അയാൾ ഫുൾ ടൈം വെള്ളത്തിലാ. ഇവനാ സ്നേഹ ടീച്ചറുടെ ക്ലാസ്സിലായിരുന്നില്ലേ? ആ സാർ, സ്നേഹ ടീച്ചർക്ക് ബി പി ഇപ്പൊ എന്റെ ക്ലാസ്സിലേക്ക് മാറ്റിയതാ. സാറിനോടാന്ന് ഞാൻ പറഞ്ഞിരുന്നു. സാറ് 9-നും 10-നും ചെക്കന്മാരെ തല്ലടക്കണം. അടുത്തത് സാറെ പൊരിഞ്ഞടിയാണ് സാറേ. നീ പൊക്കോ, ഞാൻ വരാം. സാറെ തടയാൻ വന്ന സ്നേഹ ടീച്ചറതാ ചെക്കന്മാരെ നിലത്തേക്ക് ഉന്തിയിട്ടുന്നു. അതെ, നീ പൊക്കോ. എന്തത് പോലീസ് സ്റ്റേഷനാ? റയാനെ പ്രിൻസി പൊക്കിയത് അറിഞ്ഞില്ലേ നീ? പ്രിൻസിനെ റയാൻ പൊരിച്ചു എന്നാ കേട്ടത്. അല്ലെങ്കിലും 10th ബോയ്സിനെ പ്രിൻസ് നോട്ട് ചെയ്തിട്ടുണ്ട്. പ്രിൻസിന് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? സാറിന് അവന്റെ സ്വഭാവം അറിയറ്റാ. ഹായ് മിയ. ആ അങ്കിളോ? ഇതാരാ, ഫ്രണ്ടാണോ? ആ, റെയ്ന. ഹായ് റൈന, സ്വീറ്റ് നെയിം. താങ്ക്സ്. ഞാൻ പറഞ്ഞില്ലേ, ഇത് അനീസ് അങ്കിൾ. ഓ ഓക്കെ, രണ്ടാളും കേറ്, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഇല്ല, ഞാനില്ല. ഓ ഇറ്റ്സ് ഓക്കെ, മിയ കം. ബൈ. ബൈ. അങ്കിൾ. മോളെ പഠിത്തം കഴിഞ്ഞില്ലേ? അമ്മേ. നീ അവിടെ നിന്നാ മതി, ഞാനങ്ങോട്ട് വരാം. അത് ശരി. ടീച്ചറെ. ഇപ്രാവശ്യം പേരന്റ്സ് മീറ്റിംഗിന് കണ്ടില്ലല്ലോ. ടീച്ചറെ, ഞാൻ കുറച്ച് തിരക്കിലായി പോയി. മോളിപ്പോ എങ്ങനെ, പഠിക്കാൻ കുഴപ്പമൊന്നുമില്ലല്ലോ? മിയ കുറച്ചൊഴുപ്പിലാണ്. ഞാൻ നിങ്ങളെ ഒന്ന് വിളിക്കണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ അവൾ ഫുൾ ടൈം റൂമിലിരുന്ന് പഠിത്താണല്ലോ. അവൾക്ക് സ്വന്തമായിട്ട് മൊബൈലൊക്കെ ഉണ്ടോ? പഠിക്കാനുള്ള ആവശ്യത്തിന് ഒന്ന് വാങ്ങി കൊടുത്തിട്ടുണ്ട്. ആണോ? മൊബൈൽ നോക്കിയിട്ട് അവളൊന്നും പഠിക്കാറൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല തന്നെയാണ്. പക്ഷെ അത് മാത്രല്ലല്ലോ മൊബൈലിലുള്ളത്. കുട്ടികൾക്ക് ഇപ്പൊ ഗ്രൂപ്പ് ചാറ്റിംഗ് ഒക്കെ ഉണ്ടെന്നാ കേൾക്കണത്. ഇതൊക്കെ ഇപ്പൊ എന്താന്ന് ഇപ്പോഴത്തെ രക്ഷിതാക്കൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. ശരിയാ, ഈയിടെയായിട്ട് അവളുടെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പെട്ടെന്ന് ദേഷ്യപ്പെടുക, എന്താ എനിക്കൊന്നും മനസ്സിലാവില്ല. അവള് പഠിക്കുന്ന കുട്ടി തന്നെയാണ്. അവളോട് ഒന്നുകൂടി സ്നേഹത്തോടെ പറഞ്ഞു നോക്കൂ. അടുത്ത കൊല്ലം 10ാം ക്ലാസ്സിലല്ലേ? ശരി ടീച്ചറെ, ഞാൻ അവളോടൊന്ന് സംസാരിച്ചു നോക്കട്ടെ. എന്നാ ശരി. മോളെ, ഭക്ഷണം കഴിക്കുമ്പോഴേ മൊബൈൽ ഒന്ന് മാറ്റി വെച്ചോളൂ. നിനക്ക് എന്താ അച്ഛാ? നിന്നെ കുറിച്ചേ നിന്റെ ടീച്ചർ എന്തൊക്കെ പറയുന്നറിയോ നിനക്ക്? ആ ടീച്ചർക്ക് വേറെ പണിയില്ലേറ്റാ. എന്താ നിന്റെ കൂട്ടുകെട്ട് ശരിയില്ലെന്നാ പറയുന്നത്. ഇങ്ങനെ പോയാൽ നീ എങ്ങനെ 10ാം ക്ലാസ് പാസ്സാവുക? അച്ഛൻ, ഞാൻ കൊച്ചു കുട്ടിയൊന്നല്ല ഉപദേശിക്കാൻ. മോളെ, നീ ഞങ്ങൾക്ക് ഇപ്പോഴും കുട്ടി തന്നെയാണ്. നീ ഏതു നേരം ഇങ്ങനെ മൊബൈൽ കണ്ടോണ്ടിരുന്ന എങ്ങനെ? ഞങ്ങളുടെ ഒന്നും മുഖത്ത് നോക്കാൻ പോലും നിനക്ക് സമയമില്ല. മിയ, What's the hell is this? ഒക്കെ നിന്നെ പറഞ്ഞാ മതി. വയ്ക്കായോ കുറ്റം? തന്ത വൈബോ, അവരും നമ്മളോടുള്ള സ്നേഹം കൊണ്ട് പറയുന്നല്ലേ. എന്നാലും നമ്മളെ വൈബ് അറിയാത്തൊരു പേരൻസ് ഏത് നേരം നോക്കിയാലും ഒരു ഉപദേശ. അല്ല, എന്ത് പറയുന്നു എന്റെ അങ്കിള്? അങ്കിളോ? ഇന്നലെ നീ കാറി കയറി പോയില്ലേ? ഓ, അനീസ് സാറ്. സാറ് നല്ല ഇൻട്രസ്റ്റിംഗ് ആട്ടോ. സാറിനോട് ചാറ്റ് ചെയ്യുമ്പോ സമയം പോണതറിയില്ല. ചാറ്റിങ്ങോ?
ഞങ്ങൾ രാത്രിയൊക്കെ ചാറ്റ് ചെയ്യാറുണ്ട്. ഹീസ് വെരി ഫണ്ണി മാൻ. അടുത്ത ഫിലിമിൽ എനിക്കൊരു റോള് തരാന്ന് സാറ് പറഞ്ഞിരിക്കണേ. അതിന് നിന്റെ പാരന്റ്സ് സമ്മതിക്കോ? ഐ തിങ്ക് ഹീസ് ഫേക്ക്. നീ സൂക്ഷിച്ചോട്ടോ മിയ. ഹരിയാണി സാറോ? സാറിനെ എനിക്കറിയില്ല. പിന്നെ വീട്ടുകാര് നമ്മളൊന്ന് വാശി പിടിച്ച് തരണ അവർ സെറ്റ് ആവൂലേ? മിയ കേറ് ഇല്ലെങ്കിൽ ഞാൻ നടന്നു പോയിക്കോളാം. കേറടി. മിയ ഹലോ നീയേ എപ്പോ? അങ്കിൾ എവിടേക്കാണ് ഈ പോകുന്നത്? എനിക്ക് ഇവിടെയാണ് ഇറങ്ങേണ്ടത്. എനിക്ക് ഇവിടെയാണ് ഇറങ്ങേണ്ടത്. മിണ്ടാണ്ടിരുന്നവിടെ. അങ്കിൾ നേരത്തെ പ്ലീസ് അങ്കിൾ ഇവിടെ നിർത്ത് അങ്കിൾ പ്ലീസ്. അങ്കിൾ നിർത്ത് പ്ലീസ്. അച്ഛാ അച്ഛാ പാലക്കാട് സ്കൂൾ വിദ്യാർത്ഥിനിയെ കാറിൽ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചയാളെ കുട്ടിയുടെ രക്ഷിതാവ് അതിസാഹസികമായി പിന്തുടർന്ന് പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. മഞ്ചേരി സ്വദേശി അനീസ് എന്നയാളെയാണ് പിടികൂടിയത്. ഇവനൊക്കെ ജനങ്ങൾ തന്നെ കൈകാര്യം ചെയ്യണം. കേരളത്തിലേക്ക് മയക്കുമരുന്ന് കടത്തുന്നതിലെ പ്രധാനിയാണ് ഇയാൾ. ശരിയാട്ടോ. ശരിയേ അച്ഛാ ബൈ. ആ ശരി മോളെ. മോളെ എന്തച്ഛാ? അച്ഛൻ പറഞ്ഞതെല്ലാം എനിക്ക് മനസ്സിലായി. എന്നാലും അച്ഛൻ ഒരു പേടിയും പേടിക്കണ്ട. ഞാൻ ഇനി ഒരു ട്രാപ്പിലും പെടില്ല. എന്നാ പോരെ? ബൈ. പിന്നെ അച്ഛാ എന്റെ ഗിറ്റാറിന്റെ സ്ട്രിങ് ഒന്ന് റെഡിയാക്കി തരണം. അടുത്ത ആഴ്ച മുതൽ എനിക്ക് മ്യൂസിക് ക്ലാസ്സിൽ പോയി തുടങ്ങണം. ആ ശരി മോളെ. സോറി പ്ലീസ് സാറേ വീട്ടിലില്ല സാറേ. ഞാൻ മൊബൈലില്ല സാറേ. വീട്ടിലില്ല. ഞാൻ മൊബൈലില്ല. സത്യമായിട്ട് വരില്ല.